ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ 8ാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ 8ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ലവ് ദിസ് എപ്പിസോഡ്. എനിക്ക് എപ്പിസോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് കുറച്ച് പോരായ്മകളുണ്ട്. ബട്ട് മെജോറിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് സ്റ്റോറി വൈസ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആസ് യൂഷ്വൽ എപ്പിസോഡുകളിൽ കുറേ ജംപ്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങാട് കുറച്ച് ചാടും, അങ്ങാട് കുറച്ച് ചാടും. വെച്ചാൽ കഥാപാത്രങ്ങൾ ഇവിടെയാണല്ലോ, അപ്പൊ അവിടെ കുറച്ചു നേരം പോകും, പിന്നെ ഇവിടെ കുറച്ചു നേരം പോകും. ബട്ട് ഈ സ്റ്റോറിയിൽ അധികം ജമ്പ് ഉണ്ടായിരുന്നില്ല. ജമ്പ് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ. നമ്മുടെ മെയിൻ സ്റ്റോറി തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ റെനീറ സ്പീച്ച് അങ്ങാട് നടത്തുകയാണ്. ഞാനാണ് ആദ്യവും അന്തവും കുന്തവും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അങ്ങോട്ട് പറയാണ്. പള്ളിക്കേരി എല്ലാത്തിനും അങ്ങോട്ട് ചെകഞ്ഞങ്ങോട്ട് തീർക്കുകയാണ്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ ഡേമൺ എൻ്റെ രാജ്ഞി പറയുന്നത്, എൻ്റെ മോളിസ് പറയുന്ന പോലെ ഞാൻ കൂടെ നിൽക്കാന്ന് പറയുന്നത് കലിപ്പൻ്റെ കാന്താരനെ പോലെ. കലിപ്പൻ നല്ല അടിപൊളിയായിട്ട് യുദ്ധകളമൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങാട് മെതയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് പുള്ളിക്കാരനും. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഓർമ്മണ്ട്, നമ്മുടെ വില്ലൻ ഒരു വധൂരി. അവന് ഈ എപ്പിസോഡിലൂടെ തീർത്തതിന് വളരെ നല്ല സന്തോഷം. അവനെ തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേന്ന്. ആ ഒരു നോർത്തിലെ ആൾ മരിച്ചുപോയി. ഇറ്റ്സ് ഫീൽ ബാഡ്. കാരണം പുള്ളി നല്ല നൈസായിരുന്നു. പുള്ളി വന്നിട്ട് തുറന്നിട്ട് ചാകാം, ഓക്കെ ഡൺ. പുള്ളിക്ക് മരിക്കണമെന്ന് വെച്ചാൽ വലിയ സീനൊന്നുമില്ല. പുള്ളി അങ്ങോട്ട് വന്ന് ഞാൻ മരിക്കുന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകും. അയാളെ കൊന്നത് നന്നായി. ഞാൻ വിചാരിച്ച അയാൾ മിക്കവാറും ചാകുമെന്നു, ലൈക്ക് ഓർമ്മണ്ട് കൊല്ലുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അയാൾ ഓർമ്മണ്ടിനെയും കൊന്ന് ആ ഡ്രാഗൺ വന്നിട്ട് അവരെ തീർക്കുകയും ചെയ്തു. പിന്നെ ഡ്രാഗൺ, അവനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഉൽഫ് എന്ന് പറഞ്ഞ തെണ്ടി, ശരിക്കും തെണ്ടിത്തരം എല്ലാമാണ് അവൻ കാണിച്ചത്. അവൻ തുടക്കത്തിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഉൽഫിനെ. അയാൾ എടുത്തപ്പോൾ തന്നെ അയാൾ ഭയങ്കര റോങ് ആയിരുന്നു. ആസ് യൂഷ്വൽ റോങ് പരിപാടി കാണിച്ച് തന്നെയാണ് ഇപ്പൊ തീർത്തേക്കണത് പരിപാടി. ഈ എപ്പിസോഡിൽ എത്ര പേരെയാണ് കൊന്നേക്കണത്. വെറുത്തുപോയി ആ ഒരു ക്യാരക്ടറിനെ. പണ്ടേ ഇഷ്ടമുണ്ടായില്ല, ഇപ്പൊ ആ വെറുപ്പ് കൺഫേം ആയി. ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡേമൺ ഇവനെ തല കൊയ്യാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇവനെ ഇവന്റെ ഡ്രാഗണെ വെച്ചിട്ട് ഇവനെ കരിയിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഡേമൺ, കമോൺ ഡേമൺ, യു ക്യാൻ ഡു ഇറ്റ്. ലൈക്ക് സ്റ്റോറിയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ റിയലി വാണ്ട് ദാറ്റ്. എനിക്കതാണ് ശരിക്കും കാണേണ്ടത്. കാരണം ശരിക്കും ഒറ്റ എപ്പിസോഡ് ഒറ്റ കാര്യം കൊണ്ട് എല്ലാവരെയും വെറുപ്പിക്കുക, എങ്ങനെ വെറുപ്പിക്കുക എന്നുള്ളത് ഉൽഫ് കാണിച്ചു തന്നു. അവന് മോങ്ങാവ് തന്നെ ഈ കലിയാവും ആ ഉൽഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ടവൻ്റെ. ആൻഡ് പിന്നെ നമ്മുടെ രാജാവ്, ലൈക്ക് ഫേക്ക് രാജാവ്, നമ്മുടെ കത്തിക്കരിഞ്ഞ പുള്ളിക്കാരന് അവസാനമായിട്ട് ഒരു മാസിയും കിട്ടി. എന്നിട്ട് അതുപോലും പുള്ളി കലോടച്ചെന്ന് പറയില്ലേ, അതേപോലെ ആയിപ്പോയി. ഒരു അനിയന്റെ അടുത്ത് നിന്നിട്ട് മാസം കാണിക്കാനുള്ള സീനായിട്ട് അയ്യോ എനിക്ക് നീ ദേഷ്യപ്പെടുക വെച്ചാൽ ദേഷ്യപ്പെടല്ല എന്തായാലും എനിക്കിത് ശോകമാക്കി എടുക്കല്ലേ, നീ ശരിക്കും എൻ്റെ മുമ്പിൽ കിടന്ന് അങ്ങനത്തെയൊക്കെയാണ് രാജാവ് വിചാരിച്ചത്. രാജാവിനെ കൊണ്ട് മാസം നടക്കൂല, വെറുതെയാണ് ആ പുള്ളിക്കാരൻ. ബട്ട് പുള്ളിക്കാരൻ നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് ഇനി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. ആൻഡ് മറ്റേവൻ ഭയങ്കര ഷോ പോയി. മറ്റേ ഏമണ്ടെന്ന് പറഞ്ഞവൻ, അവൻ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം വില്ലനായപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പൊ അവനൊരു തൊട്ടാവാടിയായി പോയി. ലൈക്ക് എന്തോ ചത്ത പോലെ ആയി പോയി. ആ പെണ്ണിൻ്റെ ഒപ്പം കൂടിയതിനു ശേഷം അവൻ്റെ ആ കാര്യം അധോഗതിയാണ്. നമ്മുടെ രാജ്ഞി, മെയിൻ രാജ്ഞിയല്ല, നമ്മുടെ ഗ്രീൻ ഓർമ്മണ്ട് ഹൈ ടവർ പെണ്ണ് ആലിസെന്റിന് ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. ഒറ്റ സീൻ ഇങ്ങനെ ഒറ്റ ഷോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ സ്റ്റോറി അധികം പറഞ്ഞില്ല. അത് ഓഫ് കോഴ്സ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. പുള്ളിക്കാരെ അറിയണം. ലൈക്ക് എൻഡിങ്ങിൽ ശരിക്കും നമ്മുടെ പാവം ഹെലേന, ആ പെണ്ണ് കൊണ്ടൊന്നും നടക്കണ്ടായില്ല. ആ പെണ്ണ് പാവം ഇതിലൊക്കെ പെട്ടുപോയി. ആ പെണ്ണ് ഇതിനൊന്നും താല്പര്യമില്ല, മര്യാദക്ക് ആ പെണ്ണ് എന്താണ് വേണ്ടതെന്ന് പോലും ഈ സീരീസിൽ പറയുന്നില്ല. ആ പെണ്ണ് ശരിക്കും മനസ്സമാധാനമാണ് വേണ്ടത്. എന്താണ് ശരിക്കും ആ പെണ്ണ് വേണ്ടത്? ഒരു ഗുണമില്ലാത്തൊരു ക്യാരക്ടർ മരിക്കുകയും ചെയ്തത്. മരിച്ചപ്പോൾ കുറച്ച് ഫീൽ ബാഡ് തോന്നി ഓബ്വിയസ്ലി. പക്ഷേ സ്റ്റോറി വൈസ് എല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം ആ പാവം ആലിസന്റെ എല്ലാം കഷ്ടപ്പെട്ടത് ഹെലേനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഇനി ഹെലേനും കൂടി മരിച്ചപ്പോൾ ആലിസൺ ഇനി ഫുൾ ഓൺ നമ്മളെ റെനീറുടെ കുറ്റം പറയുള്ളൂ. അങ്ങനെ ആലിസനും റെനീറും തമ്മിലുള്ള വീണ്ടും എപ്പിസോഡ് 2 തല്ലുപിടുത്തത്തിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ രാജാവ്, ഫേക്ക് രാജാവും അവന്റെ ബ്രദറിനെയും കൂട്ടി ഇനി നിന്റെ ഡ്രാഗണെ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് വീണ്ടും രാജ്യം കൈയടക്കാന്നുള്ളത്. അവരുടെ കാര്യമെന്ന് പറയാനൊന്നും പറ്റില്ല. ഓർമ്മണ്ട് ചത്ത നല്ല കാര്യം ഇന്ന്. പിന്നെ കുറെ മരണം ഉണ്ടായിരുന്നു അല്ലേ. മറ്റേ ആള് അവിടെ പിടിച്ചെടുക്കി, ലൈക്ക് അയാളുടെ ഹാൻഡില്ലേ, ആ കറുത്ത ആള്, മറ്റേ മുടി വെളുത്തൊക്കെ പുള്ളി, പേര് കൊർലിസ്. അയാളാണ് ശരിക്കും കുറച്ചുകൂടി എല്ലാത്തിനും ഒരു
ഇതുണ്ടായിരുന്നു, ലൈക്ക് ഒരു പിടി ഉണ്ടായിരുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കൺട്രോളായിട്ടുള്ളത് പുള്ളി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനെയും പുള്ളി ഒരു ചേഞ്ചിലാണെങ്കിൽ പോലും പുള്ളി ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും പുള്ളിയുടെ മേലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ആൾക്കാരുടെ മേലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. പുള്ളി അത് അവസാനം ഡേമന്റെ കൺട്രോൾ പോയപ്പോഴും പുള്ളിയാണ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നൈസായിട്ട് വിട്ടോ, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഒരു എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും പുള്ളി നല്ല കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. അത് മേ ബി പുള്ളിയുടെ എക്സ്പീരിയൻസ് ആവാം. സോ അത് നല്ലായിരുന്നു. പിന്നെ എന്താ പറയാൻ എന്താ ഉള്ളത്, ഇപ്രാവശ്യം കുറെ ഞെട്ടണ കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് മരണങ്ങൾ ഉണ്ടായിന്ന്. പിന്നെ മറ്റവന്റെ ഭാര്യ മരിച്ചുപോയി, ഒരു വെറുപ്പിക്കല് ഭാര്യ ഉണ്ടായിരുന്നില്ല. ആ ഭാര്യ ഇന്ത്യക്കാരിയാന്ന് തോന്നുന്നു. ആ പെണ്ണിന് നല്ലൊരു ആക്ടിങ് പ്രതീക്ഷിച്ച, പക്ഷെ പെണ്ണും വെറുപ്പിച്ചളഞ്ഞ സംഭവം. പെണ്ണ് അവസാനം മരിക്കുകയും ചെയ്തു. ആസ് യൂഷ്വൽ ഈ ഒരു സീരീസിൽ എപ്പോഴും ആര് വേണമെങ്കിലും മരിക്കാം, ആരുടെ ഒരു ഇതിനും ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ നമ്മുടെ മെയിൻ 2 ക്യാരക്ടർ ഇതിൽ തന്നെ മരിച്ചുപോയി, വേറെ ആരെങ്കിലും മരിച്ചാന്നറിയില്ല. ഈ പ്രാവശ്യം ഇത്രയും മരണമുള്ളൂ. അടുത്ത പ്രാവശ്യം കൂടുതൽ മരണങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ റെനീറ കുറച്ച് ഡാർക്കായി തുടങ്ങുന്നുണ്ട് ഈ പ്രാവശ്യം. മിക്കവാറും നമ്മുടെ പണ്ടത്തെ ഡെനീറിസിന് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കാൻ എന്നാൽ മതി. കഥ വായിച്ചവർക്ക് അറിയാം, എനിക്ക് പേഴ്സണലി അറിയില്ല. എന്തായാലും ഐ എം എക്സൈറ്റഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ആൻഡ് യാ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.